ഹലോ, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്കൊരു വെറൈറ്റി റൈസ് റെസിപ്പി നോക്കിയാലോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എപ്പോഴോ റീൽസിൽ കണ്ടൊരു ഓർമ്മയിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഏലക്കായ, കുറച്ച് കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം ഇതൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ടൊരു കുക്കറിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് മട്ടനോ അല്ലെങ്കിൽ ബീഫോ ആണ് ബെസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ചിക്കനുള്ളൂ. അപ്പോൾ ചിക്കൻ അതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശം തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത്. ഇനി ബീഫോ മട്ടനൊക്കെ ആണെങ്കിൽ ഈ സ്റ്റേജിൽ ഒന്ന് കുക്കർ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചിരിക്കണം കേട്ടോ. മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പൊടിച്ച് വെച്ച മസാല അല്ല, അതും ക്യാരറ്റ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമൊക്കെ ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ കാബോളി കടല എന്നൊക്കെ പറയില്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല സൗണ്ടിൽ പറയാൻ കഴിയണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ചില കുക്കറിന് 2 വിസിൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് ആവിയെല്ലാം പോയിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ റൈസ് റെഡിയായി. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാലഡും ആഡംബരത്തിന് കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് ബീഫോ മട്ടനാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലേവർഫുൾ റൈസ് ആയിക്കാരം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ താങ്ക് യു.